So in the last class we discussed about different types of hybridization and the movement of arrow formalism. Okay, today we are moving towards the next section, that is types of bond fission. And there are this section onwards that deals with the syllabus. Okay, so types of bond fission, we are dealing with organic compounds. That in organic compound the reactants will converted into product. So during an organic reaction, the reactant will undergo bond breaking, and during the formation of a product, a bond formation will occur. That means in the case of a reaction, there is bond breakage and a bond formation. Okay, so this breakage can be occur in two ways: homolysis and heterolysis. So first we want to check homolytic bond fission or homolysis. എന്താണ് homolytic bond fission എന്ന് നോക്കാം. Okay, suppose we have a molecule like AB എന്ന molecule ഉണ്ട്. Okay, so that molecule is formed by sharing of two electrons share ചെയ്തിട്ടാണ് ഈ bond form ചെയ്തിരിക്കുന്നത്. When it cleaves symmetrical ആയിട്ട് cleave ചെയ്തു. Symmetrical cleaving means the fragments that takes the electrons each. ഈ ഇലക്ട്രോണിനെ ഇയാൾ എടുക്കും, ഈ ഇലക്ട്രോണിനെ ഇയാൾ എടുക്കും. അപ്പോൾ സിമെട്രിക്കൽ ആയി ക്ലീവ് ചെയ്താൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? A dot plus B dot എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? So this symmetric cleavage of bond is termed as homolytic bond fission or homolysis. The splitting, that is the symmetric cleavage of a covalent bond with the formation of products that bear each electron each, that is termed as homolytic bond fission or homolysis. ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ ആരോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ മൂവിനെ നമ്മളിങ്ങനെ സിംഗിൾ ഹുക്ക് ആരോ വെച്ചിട്ടാണ് ഉപയോഗിക്കുക അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺ എയിലേക്ക് പോയി, ഈ ഇലക്ട്രോൺ ബിയിലേക്ക് പോയി. സോ എ ഡോട്ട് പ്ലസ് ബി ഡോട്ട് വന്നു അല്ലേ? ഇതിനെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് സ്പീഷീസ് ഹാവിങ് വൺ ഇലക്ട്രോൺ, ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിനെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഹോമോളിറ്റിക് ബോണ്ട് ഫിഷൻസ്. That is the symmetrical cleavage of a bond with the formation of free radicals A dot B dot, that is termed as homolysis. Okay, so the symmetric cleavage is termed as homolysis. So നോക്കൂ, പ്രോഡക്റ്റ് A dot B dot, A dot എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ അല്ലേ? അങ്ങനെ സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിനെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്നാണ് പറയുക. Free radicals. So homolysis results in the formation of free radicals. ഇനി നമുക്ക് എങ്ങനെ ഹോമോളിസിസ് നടത്താം? ഹോമോളിസിസ് ക്യാൻ ബി പെർഫോംഡ് ബൈ ലൈറ്റ്. ജസ്റ്റ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹോമോളിസിസ് നടക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നതിന് ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇൻ ദ പ്രസൻസ് ഓഫ് തെർമലി ഓർ ഫോട്ടോകെമിക്കലി വി ക്യാൻ അണ്ടർഗോ ഹോമോളിസിസ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ക്ലോറിൻ മോളിക്യൂൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ക്ലോറിൻ മോളിക്യൂൾ, എങ്ങനെയാണ് ക്ലോറിൻ മോളിക്യൂൾ ഫോം ചെയ്തത്? 7 ഇലക്ട്രോണേ ഉള്ളൂ ക്ലോറിനിൽ, ഇതിലും 7 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അവർ ഷെയർ ചെയ്യാൻ തീരുമാനിക്കും. സോ ദറ്റ് ക്ലോറിൻ മോളിക്യൂൾ ഈസ് ഫോംഡ്. സ്റ്റേബിളായ ക്ലോറിൻ മോളിക്യൂളാണ് അല്ലേ? സോ വെൻ ഫോട്ടോകെമിക്കലി ഇറാഡിയേറ്റഡ്, ജസ്റ്റ് ഇതിലേക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ HNu എന്ന് പറഞ്ഞാൽ ലൈറ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തെർമൽ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ സിമ്പിൾ ഇട്ടാൽ മതി. സോ എന്ത് ചെയ്യും? ദിസ് വിൽ ക്ലീവ് സിമെട്രിക്കൽ ക്ലീവേജ് നടക്കും. ഈ ഇലക്ട്രോൺ ഈ ക്ലോറിലേക്ക് പോകും, ഇത് ഇയാളിലേക്കും പോകും. സോ യു വിൽ ഹാവ് Cl dot plus Cl dot, that is chlorine free radicals. So the products of homolytic fission are chlorine or free radicals. ക്ലോറിൻ ഫ്രീ ഹോമോളിറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ഹൈഡ്രജൻ പെറോക്സൈഡ് OH. എന്താ ഹൈഡ്രജൻ പെറോക്സൈഡ്? H2O2 അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, അത് ജസ്റ്റ് ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹോമോളിറ്റിക് ഫിഷൻ നടക്കും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകും, ഈ ഇലക്ട്രോൺ ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. സോ യു വിൽ ഗെറ്റ് OH dot plus OH dot. ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽ, ഇയാളുടെ പേരാണ് ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ്. സോ ഫ്രീ റാഡിക്കൽസ് ഇൻഡിക്കേറ്റ് സിമെട്രിക് ക്ലീവേജ് ആൻഡ് ദ പ്രോഡക്ട്സ് ആർ യൂഷ്വലി ഫ്രീ റാഡിക്കൽസ്. സിമെട്രിക് ക്ലീവേജ് നടന്നാൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് ആണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ആൻഡ് ദ ഹോമോളിസിസ് ക്യാൻ ബി performed with the help of light and heat. That's about homolysis or homolytic fission. നെക്സ്റ്റ് നമുക്ക് ഹെറ്ററോളിറ്റിക് ബോണ്ട് ഫിഷൻ എന്താണെന്ന് നോക്കാം. അതിനെ നമ്മൾ ഹെറ്ററോളിസിസ് എന്നുകൂടി പറയുന്നു. ഓക്കെ, സോ വി ഹാവ് എ കോവാലന്റ് ബോണ്ട് AB. സോ ഹിയർ വി ഹാവ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? വെൻ ദിസ് ബോണ്ട് ഈസ്
ക്ലീവ്ഡ് അൺസിമെട്രിക്കലായിട്ടാണ് ക്ലീവ് ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെ ക്ലീവ് ചെയ്തപ്പോൾ എയുടെ ഇലക്ട്രോണും കൂടി ബിയുടെ അടുത്തേക്ക് വന്നു അല്ലേ. സോ എക്ക് ഒരു ഇലക്ട്രോൺ ഷോർട്ടാണ്, അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ എ പ്ലസ് വന്നു. പ്ലസ് ബിക്ക് ഇത് ബിയുടെ തന്നെ ഇലക്ട്രോണാണ്, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയില്ലേ, ബി മൈനസ് ആയി മാറി. സോ ദിസ് അൺസിമെട്രിക്കൽ ക്ലീവേജ് ഓഫ് എ ബോണ്ട് ഈസ് ടേംഡ് ആസ് ഹെറ്ററോളിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അല്ല ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യണ വിചാരിക്കൂ. അതായത് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഇലക്ട്രോൺ കൂടി എയുടെ കൂടെ പോയില്ലേ, ബിയുടെ ഇലക്ട്രോൺ കൂടി എയുടെ കൂടെ പോയി. അപ്പോൾ എ മൈനസ് പ്ലസ് ബി പ്ലസ് എന്നാണ് കിട്ടുക നമുക്ക്. ഓക്കെ, സോ എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്പീഷീസാണ് ഉണ്ടാകുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് അൺസിമെട്രിക്കൽ ക്ലീവേജ് ഈസ് ടേംഡ് ആസ് ഹെറ്ററോളിസിസ്. ആൻഡ് ഇൻ സച്ച് ക്ലീവേജ് വൺ ഓഫ് ദ ആറ്റം റിട്ടൈൻ ബോത്ത് ദ ഇലക്ട്രോൺസ്, ബോണ്ടഡ് ഇലക്ട്രോണിനെ വൺ ഓഫ് ദ ആറ്റം റിട്ടൈൻസ് ബോത്ത് ഓഫ് ദ ബോണ്ടഡ് ഇലക്ട്രോൺ. ആ രണ്ട് ബോണ്ടഡ് ഇലക്ട്രോണും ഒരാളുടെ അടുത്തേക്കാണ് പോകുന്നത്. സച്ച് ഫിഷൻ ഈസ് ടേംഡ് ആസ് ഹെറ്ററോളിറ്റിക് ബോണ്ട് ഫിഷൻ. ഇനി ആരോ വെച്ച് എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ആരോ വെച്ച് എഴുതുമ്പോൾ നോക്കൂ, ഈ രണ്ട് ഇലക്ട്രോണും ബോത്ത് ഓഫ് ദം മൂവ് ടുവേർഡ്സ് ബിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു ഡബിൾ ഹെഡഡ് ആരോ ആണ്, ഡബിൾ ഹെഡല്ല പിന്നെ ഡബിൾ ഹുക്ക് ആരോ ആണ്. അപ്പോൾ എ പ്ലസ് എയുടെ ഇലക്ട്രോൺ അതിന് നഷ്ടപ്പെട്ടു, പ്ലസ് ബി മൈനസ് എന്ന് എഴുതാം അല്ലേ. അല്ല ഇങ്ങോട്ടേക്കാണ് പോരുന്നത് എങ്കിലോ, ഇഫ് ദ ബോത്ത് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് എ, അപ്പോൾ ഒരു ഇങ്ങനെ ഹെഡ് ഇട്ട് ആരോ കൊടുത്തു വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ട് ഇലക്ട്രോണും കൂടി എയുടെ അടുത്തേക്ക് പോയി. സോ വി ഹാവ് എ മൈനസ് പ്ലസ് ബി പ്ലസ്. ഇങ്ങനെ ചാർജുള്ള സ്പീഷീസിനെ നമ്മൾ എന്താ പറയുക, അയോൺസ് എന്നാ പറയുക. ഇത് കാറ്റയോൺ, this is anion, this is anion, this is cation. So heterolytic bond fission gives ions as the product. നേരത്തെ നമ്മൾ പഠിച്ചു homolytic bond fission gives free radicals as the product. Heterolytic bond fission means unsymmetrical cleavage that leads to the formation of ions. So the products of heterolysis are ions. Ions are highly reactive. നമ്മൾ ഫ്രീ റാഡിക്കൽസും റിയാക്റ്റീവ് ആണ്, അയോൺസും ഹൈലി റിയാക്റ്റീവ്സ്. അയോൺസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഈസ് ലാക്ക് ഓഫ് ഇലക്ട്രോൺ. ഇതിന് ലാക്ക് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ. സോ ഇലക്ട്രോണിന് ലാക്കായ ആൾക്കാരെ നമ്മൾ ഇലക്ട്രോഫൈൽസ് എന്നാ പറയുക. ഇലക്ട്രോഫൈൽ എന്താ നമുക്ക് നോക്കാം പിന്നീട്. ഓക്കെ, ആൻഡ് വൺ ഈസ് ദ സിസ്റ്റം വിത്ത് എക്സസ് ഇലക്ട്രോൺ. ഇത് ഇലക്ട്രോൺസ് കൂടുതലുള്ളവരാണ്. ഇലക്ട്രോൺസ് കൂടുതലുള്ളവർ ന്യൂക്ലിയസിനെ തേടി നടക്കും. സോ അവരെ നമ്മൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയും. സോ ദ പ്രോഡക്ട്സ് ഓഫ് ഹെറ്ററോളിറ്റിക് ഫിഷൻ ആർ ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ്, ഓർ സിംപ്ലി കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങോട്ട് നമ്മൾ ഹാരോ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു അല്ലേ. പകരം നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, HCl എന്ന മോളിക്യൂൾ എടുക്കുകയാണ്. ഇനി ഇലക്ട്രോൺസ് ആരെടുത്തേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആരോ ഇടാൻ പറ്റില്ല. HCl വന്നാൽ നിങ്ങൾ എപ്പോഴും ആരോ എങ്ങോട്ടേക്കാണ് ഇടേണ്ടത്, ക്ലോറിനിലേക്ക് ഇടണം. കാരണം ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. എന്താ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് വെച്ചാൽ ബോണ്ടഡ് ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റത്തിൻ്റെ എബിലിറ്റിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ രണ്ട് ഇലക്ട്രോൺസിനെയും കൂടുതൽ നേരം ഇഷ്ടം അല്ലെങ്കിൽ ക്ലോറിൻ്റെ അടുത്തേക്ക് പോകാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ചാൻസ് കിട്ടിച്ചാൽ രണ്ടും കൂടി ക്ലോറിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് H+ ആൻഡ് Cl- ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇനി നമുക്ക് ഇങ്ങോട്ട് നേരെ തിരിച്ചിങ്ങോട്ട് ഇടാൻ പറ്റില്ല, കാരണം ചാൻസ് എപ്പോഴും ക്ലോറിൻ്റെ അടുത്തേക്ക് പോകാനാണ്. ഇത് AB നമ്മളൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഇങ്ങനെയും കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ HCl വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നോക്കൂ, ഹോമോളിസിസ് വരുമ്പോൾ നോക്കൂ, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരുന്നു അല്ലേ, രണ്ട് AA എന്നുള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾസ് ആണ് ഹോമോളിസിസ് നടക്കുക. അതായത് രണ്ടും സെയിം ആയാലാണ് അവിടെ തർക്കമില്ല ആരടുത്തേക്ക് പോകുന്നത്, ഒരാൾ ഇങ്ങോട്ടേക്കും ഒരാൾ ഇങ്ങോട്ടേക്കും പോകും. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ. ഈക്വൽ അല്ലാത്ത കേസിലാണ് എന്ത് നടക്കുന്നത്, ഹെറ്ററോളിസിസ് നടക്കുന്നത്. ഒരാൾ സ്ട്രോങ് മറ്റേ വീക്ക് ആകുമ്പോഴാണ് ഹെറ്ററോളിസിസ് നടന്നിട്ട് പ്രോഡക്റ്റ്. ഇത് നമ്മൾ ഇലക്ട്രോഫൈൽ എന്ന് പറയും, ഇലക്ട്രോണിനെ ഇഷ്ടമുള്ള ആൾ. ഇത് ന്യൂക്ലിയോഫൈൽ എന്ന് പറയും, ന്യൂക്ലിയസിനെ ഇഷ്ടമുള്ള ആൾ. സോ ദാറ്റ് ഈസ് ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ് ത്രൂ ഹെറ്ററോളിസിസ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ എഴുതി നോക്കാം. CCH3 CH3 CH3 ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്.
ഓക്കെ, ഇവിടെയും നമുക്കറിയാം ബ്രോമിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. ബ്രോമിൻ്റെ അടുത്തേക്കാണ് ആ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് CH3 ത്രൈസ് C എന്ന് എഴുതാനോ ടീച്ചർ, പ്ലസ് പ്ലസ് Br മൈനസ്. ഇതാണ് പ്രോഡക്റ്റ്. So we learned homolysis. Homolysis means symmetric cleavage. Products are free radicals. Then heterolysis. Heterolysis means unsymmetrical cleavage. The products are ions or electrophiles and nucleophiles. അപ്പോൾ ന്യൂക്ലിയർ മോളിക്യൂൾസ് ആണെങ്കിൽ ഹോമോളിസിസ് നടക്കും. ഹെറ്ററോന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആകുമ്പോഴാണ് ഹെറ്ററോളിസിസ് നടക്കുക. ഓക്കെ, അപ്പോൾ ആരുടത്തേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. Next we want to study types of reagents. നമുക്കറിയാം വി ഹാവ് എ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. ഇതാണ് നമ്മളുടെ ഓർഗാനിക് മോളിക്യൂള്. അതിലേക്കൊരു റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും, അതിലേക്ക് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്താൽ പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് ദാറ്റ് റിയേജൻറ്റ് മേ ബി ആറ്റം, അറ്റോമിക് ആവാം. ഇറ്റ് മേ ബി മോളിക്യൂൾ ആവാം. ഇറ്റ് മേ ബി കാറ്റയോണിക്, ഒരു കാറ്റയോൺ ആവാം, അല്ലെങ്കിൽ ആനയോൺ ആവാം, ആനയോണിക് ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രീ റാഡിക്കൽ ആവാം. സോ ദ റിയേജൻറ്റ് മേ ബി അറ്റോമിക്, മോളിക്കുലാർ, കാറ്റയോണിക്, ആനയോണിക് ഓർ ഫ്രീ റാഡിക്കൽ ദാറ്റ് ആക്ട് അപ്പോൺ എ സബ്സ്ട്രേറ്റ് ടു ഫോം പ്രോഡക്റ്റ്. അതാണ് ഒരു ഓർഗാനിക് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ആൻ ആറ്റം, അറ്റോമിക്, മോളിക്കുലാർ, കാറ്റയോണിക്, anionic or free radical species that act upon a substrate to form products. And reagentsനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Electrophiles. Reagents are classified into 3: electrophiles, nucleophiles and free radicals. Electrophiles, nucleophiles and free radicals. So first we want to check what is mean by electrophiles. Electrophiles എന്ന് പറയും, അല്ലെങ്കിൽ or electrophilic reagent. പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോഫൈൽസ് ഓർ ഇലക്ട്രോഫിലിക് റിയേജൻറ്റ്. ഫൈൽ എന്ന് പറഞ്ഞാൽ അഫിനിറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇഷ്ടം, അതിനോട് താല്പര്യമുള്ളവർ. അപ്പോൾ ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രോണിനെ ഇഷ്ടമുള്ളവർ. ഓക്കെ, ഇലക്ട്രോൺ സീക്കിംഗ് സ്പീഷീസാണ് ഇലക്ട്രോഫൈൽസ്. So electrophiles or electrophilic reagents are electron loving species. ഇലക്ട്രോണിനെ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇലക്ട്രോൺ സീക്കിംഗ് സ്പീഷീസ് ആയിരിക്കും. They are reagents that are electron loving species or electron seeking species. അവരെ നമുക്ക് ഇലക്ട്രോഫൈൽസ്, ഇലക്ട്രോണിനോട് അഫിനിറ്റി ഉള്ളവർ. അപ്പോൾ എങ്ങനെയുള്ളവരായിരിക്കും? ഇലക്ട്രോണിനോട് ഇഷ്ടമുള്ളവർക്ക് ഇലക്ട്രോൺ കുറവായിരിക്കും അല്ലേ. സോ ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയവരല്ലേ ഇലക്ട്രോണിനെ തേടി നടക്കുക. സോ ഇലക്ട്രോഫൈൽസ് ആർ ഇലക്ട്രോൺ ലവിങ് ഓർ ഇലക്ട്രോഫിലിക് റിയേജൻസ് ആർ ഇലക്ട്രോൺ ലവിങ് ഓർ ഇലക്ട്രോൺ സീക്കിംഗ് സ്പീഷീസ് ആൻഡ് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അഫിനിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ, ഫൈൽ എന്ന് പറഞ്ഞു വെച്ചാൽ ലവിങ് എന്നാണ് പറയുക. അപ്പോൾ ഇലക്ട്രോഫൈൽ മീൻസ് ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. സോ ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കുറവുള്ളവർ. അപ്പോൾ കൂടുതലായാലും അവർക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും അല്ലേ. പോസിറ്റീവ് ചാർജ് എങ്ങനെ? ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാലല്ലേ പോസിറ്റീവ് ചാർജ് കിട്ടുക. നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ അവർ നേടി നടക്കും. സോ ഇലക്ട്രോഫിലിക് റിയേജൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 category: positive electrophiles and neutral electrophiles. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 category: പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്. പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് മീൻസ് ദേ ഹാവ് പോസിറ്റീവ് ചാർജ്. അവർക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ദേ ഹാവ് പോസിറ്റീവ് charge. Positive electrolytes means they having positive charge. So they can be, for example, H plus ion means a lack of 1 electron. So it need 1 electrons to complete this octet. Then Cl plus ion, that is chloronium ion, അതൊരു പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്. Br plus ion ഒരു പോസിറ്റീവ് അയോൺ ആണ്. NO2 plus നൈട്രോണിയം അയോൺ ഒരു പോസിറ്റീവ് ഇലക്ട്രോഫൈൽ ആണ്.
R plus, അതിനെ നമ്മൾ കാർബോകാറ്റയോൺസ് എന്ന് പറയും. സോ ദീസ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്, ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്, ആൻഡ് ദേ ആർ കം അണ്ടർ ദ കാറ്റഗറി പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ്. അപ്പോൾ ഇവർക്കെല്ലാം ഇലക്ട്രോണിന് ആവശ്യമുണ്ട്. അവരെ എന്ത് പറയും നമ്മൾ? പോസിറ്റീവ് ഇലക്ട്രോഫൈൽസ് എന്ന് പറയും. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്. ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസാണ്, ന്യൂട്രലാണ്, ചാർജ് ഇല്ല. ഫോർ എക്സാമ്പിൾ BF3, AlCl3 എക്സെട്ര. ഇവരുടെ പ്രത്യേകത പറഞ്ഞു വെച്ചാൽ ദേ ലാക്ക് ഓഫ് ഇലക്ട്രോൺസ്. BF3 പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതാം, BFF. ഈ ബോറോൺ നോക്കൂ, 2, 4, 6 ഇലക്ട്രോണേ ഉള്ളൂ. ആക്ച്വലി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8. ഫ്ലൂറിൻ 8 കംപ്ലീറ്റ് ആയി, കാരണം ഈ 7ഉം ഇവിടുന്ന് കിട്ടിയ 2ഉം. സോ ഫ്ലൂറിൻ 8 കംപ്ലീറ്റഡ് ആണ്, ബട്ട് ബോറോണിന് 6 ഇലക്ട്രോൺസേ സറൗണ്ടഡ്. സോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിനെപ്പോഴും ഇലക്ട്രോണിനെ വേണം, 2 ഇലക്ട്രോണിനെ കൂടി ഇതിന് ആവശ്യമുണ്ട്. സോ പക്ഷേ ഇത് ചാർജ് ഇല്ല, ഇത് ചാർജ് ഇല്ലാത്ത സ്പീഷീസാണ്. സോ ദ നെയിം ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ്. അതുപോലെ തന്നെയാണ് AlCl3യും. സോ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസാണ് ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽ. ദേ ഹാവിങ് നോ ചാർജ്. ഇവർക്ക് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഫൈൽ. ദേ ആർ ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് മീൻസ് ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്, സോ ദേ ഹാവിങ് നോ ചാർജ്. സോ വാട്ട് ആർ ഇലക്ട്രോഫൈൽസ്? ഇലക്ട്രോഫൈൽസ് ഓർ ഇലക്ട്രോഫിലിക് റിയേജൻസ് ആർ ഇലക്ട്രോൺ ലവിങ് ഓർ ഇലക്ട്രോൺ സീക്കിംഗ് സ്പീഷീസ്. ദേ ആർ യൂഷ്വലി ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഇതും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ഇതും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. And they are classified into 2, positive electrophiles and neutral electrophile. Positive means they having positive charge, so they seek of electrons. Example idella. Neutral electrophiles means they lack of electrons, that is they are electron deficient but they having no charge. അത്തരം ആൾക്കാരെ നമ്മൾ ന്യൂട്രൽ ഇലക്ട്രോഫൈൽസ് എന്ന് പറയുന്നു. So if a reaction in which attacking reagent is electrophile, such reactions are termed as electrophilic reactions എന്നാണ് പറയുക. നമുക്കറിയാം ഒരു റിയേജൻ്റ് ഉണ്ട് പറഞ്ഞില്ല, ആ റിയേജൻ്റ് ഒരു ഇലക്ട്രോഫൈൽ ആണ് എങ്കിൽ such reactions are termed as electrophilic reactions. So that's about electrophiles or electrophilic reagents, electron loving species. They may have positive charge or they may be neutral. Next is nucleophiles or nucleophilic reagents. അതായത് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്, ന്യൂക്ലിയസിനോട് ഇഷ്ടമുള്ളവർ, ദാറ്റ് ആർ ന്യൂക്ലിയോഫൈൽസ്. സോ ന്യൂക്ലിയസിനോട് ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞാൽ അവർക്ക് എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, അല്ലെ, ഇലക്ട്രോൺസ് കൂടുതലായിരിക്കും. സോ ദേ ഹാവ് എക്സസ് ഇലക്ട്രോൺ സ്പീഷീസ്. ആൻഡ് യു നോ ദിസ് ന്യൂക്ലിയോഫൈൽസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്തായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ്, നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ് and neutral nucleophiles. Nucleophiles means nucleus loving species. They have excess electrons. Electrons excess ഉള്ളവരെ നമ്മൾ ലൂയിസ് ബേസ് എന്നാ പറയുക. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആളുകളെ നമ്മൾ ലൂയിസ് ആസിഡ് എന്ന് പറയും. അപ്പോൾ എല്ലാ ലൂയിസ് ആസിഡും ഇലക്ട്രോഫൈൽസ് ആണ്, ലൂയിസ് ബേസസ് എല്ലാം ന്യൂക്ലിയോഫൈൽസ് ആണ്. സോ ന്യൂക്ലിയോഫൈൽസ് ക്ലാസിഫൈഡ് ഇൻ ടു നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ്. സോ എന്താ നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ്? ഹാവിങ് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ OH മൈനസ്, Cl മൈനസ്, Br മൈനസ്. മൈനസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ. CH3O മൈനസ്, മെതോക്സി അയോൺ. അപ്പോൾ ഇവരെയാണ് കാർബാനിയോൺസ്, R മൈനസ് എന്നുള്ളത്. ഓക്കെ, സോ ദേ ആർ നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസ്. അപ്പോൾ ഇവർക്ക് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പോകാൻ ഇഷ്ടം, കാരണം നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞു വെച്ചാൽ ദേ ന്യൂട്രൽ ആണ്, ബട്ട് ദേ ഹാവ് എക്സസ് ഇലക്ട്രോൺ. ഫോർ എക്സാമ്പിൾ വാട്ടർ, ഇതിലെവിടെ എക്സസ് ഇലക്ട്രോൺസ് ഉള്ളത്? ഓക്സിജനിൽ ലോൺ പെയർ ഉണ്ട്, അല്ലേ. അങ്ങനെ ലോൺ പെയേഴ്സ് ഉള്ള സ്പീഷീസ് എല്ലാം ലൂയിസ് ബേസ് ആണ്, അതായത് ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ് ആണ്. ഇവർക്കൊക്കെ ഈ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവുണ്ട്. ROH, ആൽക്കഹോൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ 2 കുത്തിടും. ഓക്കെ, നൈട്രജൻ്റെ തലയുടെ മുകളിൽ 2 കുത്തിടും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ എന്താണ്? ന്യൂട്രൽ ന്യൂക്ലിയോഫൈൽസ്. അതായത് എക്സസ് ഇലക്ട്രോൺ, ഇവർക്കും എക്സസ് ഇലക്ട്രോൺ ആണ്, ഇവർക്കും എക്സസ് ഇലക്ട്രോൺസ് ആണ്. അതായത് ബോണ്ടിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഇലക്ട്രോൺസിനെ അവർക്ക് കൊടുക്കാൻ പറ്റും. അത്തരം ആൾക്കാരെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. സോ എ റിയാക്ഷൻ ഇൻ വിച്ച് അറ്റാക്കിംഗ് റിയേജൻറ്റ് ഈസ് എ ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈലിനെ നമ്മൾ NU എന്നാണ് പറയുക കേട്ടോ. NU വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സച്ച് റിയാക്ഷൻസ് ആർ ടേംഡ് ആസ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ്. If a reaction involve electrophiles, E ആണെങ്കിൽ E പ്ലസും ഇവിടെ NU മൈനസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക.
E plus ഉള്ള റിയാക്ഷൻസ് ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ്, ന്യൂക്ലിയോഫൈൽസ് ഉള്ള റിയാക്ഷൻസ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ്. അപ്പോൾ എന്താ ന്യൂക്ലിയോഫൈൽസ്? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. രണ്ട് ടൈപ്പ് ഉണ്ട്, നെഗറ്റീവ് ന്യൂക്ലിയോഫൈൽസും ന്യൂട്രലും. നെഗറ്റീവ് പറഞ്ഞാൽ അവർക്ക് ചാർജ് നെഗറ്റീവ് ഉണ്ട്, ന്യൂട്രൽ പറഞ്ഞു വെച്ചാൽ ദേ ഹാവിങ് എക്സസ് ഇലക്ട്രോൺ. ഇവിടെ ഇവർക്ക് പോസിറ്റീവ് ചാർജ്, ഇവർ ലാക്ക് ഓഫ് ഇലക്ട്രോൺ. സോ ദാറ്റ് ഇസ് അബൌട്ട് ന്യൂക്ലിയോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫിലിക് റിയേജൻസ്. Next type of reagents are free radicals. Free radicals means they are neutral species. Charge illa. They are neutral species having unpaired electron. പെയർഡ് അല്ലാത്തൊരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതാണ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് എന്ന്. ഒറ്റയ്ക്ക് ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസിനെ നമ്മൾ ഫ്രീ റാഡിക്കൽസ്, നമ്മൾ ഹോമോളിസിസിൽ പറഞ്ഞില്ലേ. സോ ഫ്രീ റാഡിക്കൽസ് ആർ ന്യൂട്രൽ സ്പീഷീസ് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഓർ ഓഡ് ഇലക്ട്രോൺസ്. അത്തരം റിയേജൻസിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി റിയാക്റ്റീവ് ആണ്, യൂഷ്വലി ഫോംഡ് ബൈ, എങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാകുന്നത്? ഹോമോളിസിസ് നടന്നിട്ടാണ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത്. ദേ ആർ ന്യൂട്രൽ സ്പീഷീസ് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺ ഓർ ഓഡ് ഇലക്ട്രോൺ. എക്സാമ്പിൾ പറയൂ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, Cl ഡോട്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, CH3 ഡോട്ട് മീഥൈൽ ഫ്രീ റാഡിക്കൽ, CH3 thrice C dot tertiary butyl radical എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചാർജ് ഇല്ല ബട്ട് കണ്ടെയ്ൻ ഓഡ് ഇലക്ട്രോൺ. Then the reactions in which the reagent is free radical, such reactions are termed as free radical reactions. അതാണ് ഫ്രീ റാഡിക്കൽസ്. ദേ ആർ ന്യൂട്രൽ സ്പീഷീസ് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺ ഓർ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ദ ആർ യൂഷ്വലി ഫോംഡ് ബൈ ഹോമോളിസിസ് വഴിയാണ് ഉണ്ടാവുന്നത്. ആൻഡ് എക്സാമ്പിൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, മീഥൈൽ ഫ്രീ റാഡിക്കൽ, ടെർഷ്യറി ബ്യൂട്ടൽ ഫ്രീ റാഡിക്കൽ, ഫിനൈൽ ഫ്രീ റാഡിക്കൽ, C6H5 dot ഫിനൈൽ ഫ്രീ റാഡിക്കൽ, etc. So the reactions which involve free radical reagent are termed free radical reactions. So now we can conclude. We are dealing with the types of bond fission. There are two types of bond fission, homolysis and heterolysis. Homolytic bond fission means a symmetrical cleavage and the fragments will retain each electron. Such species are called free radicals, and that homolysis can be performed with the help of light, heat, etc. So chlorine, that will split into chlorine free radical. Homolysis means symmetrical cleavage. Then heterolytic bond fission means unsymmetrical cleavage. So during unsymmetrical cleavage, one of the moiety will retain two bonded electrons. So you will get a cation and a anion, and the movement will that is determined by the electronegativity. Which is more electronegative, the electrons will move towards that atom. ഇപ്പോൾ HCl ആകുമ്പോൾ Cl-ലേക്കാണ് പോകുന്നത്. സോ ഹെറ്ററോളിറ്റിക് ക്ലീവേജ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അയോൺസ്, cation and anion, that is electrophile and nucleophile. Electrophile, nucleophile. Okay. So next we learn about reagent. Reagent may be an atom, molecule, cationic, anionic or free radical. And the reagents are classified into electrophiles, nucleophiles and free radicals. Electrophiles or electrophilic reagents are electron loving species, that is electron deficient. They are classified into two, positive electrophiles and neutral electrophiles. Positive means they having positive charge. Neutral means they are neutral but lack of electron. All Lewis acids are electrophiles. Reaction which involve electrophiles are termed as electrophilic reactions. Next, nucleophiles, nucleus loving species. They contain excess of electron. They are classified into negative and neutral. Negative means they having negative charge. Neutral means they having no charge but contain electron, lone pairs of electrons. It can be represented by Nu. The reactions which involve nucleophiles can be termed as nucleophilic reactions. Next, free radicals. They are neutral species containing unpaired electron or odd electron. They are usually formed by homolysis. These are the examples. And the reactions which involve free radicals are termed as free radical reactions.